ഹായ്, ഞാൻ നിങ്ങളുടെ NP. ഞാൻ നിങ്ങൾക്ക് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ട്രേഡിംഗ് എന്താണെന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്തായിരുന്നു, ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു, ഇത് എന്താടാ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം ശരിയാണ്, കാരണം ഞാനൊരു ഓൾമോസ്റ്റ് 1 ഇയർ 1 ഇയർ ആവാറായി തോന്നുന്നത്. 1 ഇയർ കഴിഞ്ഞു അങ്ങനെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പല കോൺസെപ്റ്റ്സും ഞാൻ തുടങ്ങുമ്പോഴും ഇതേപോലെയായിരുന്നു. ഞാൻ ICT കോൺസെപ്റ്റ്സാണ് കണ്ടു തുടങ്ങിയത്. എനിക്ക് ICT കോൺസെപ്റ്റ്സ് ഫസ്റ്റ് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി അതൊരു സിംപ്ലിഫൈഡ് വേർഷൻ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു മലയാളം ചാനൽ അങ്ങനെ തുടങ്ങിയത്. പക്ഷേ ഞാൻ തന്നെ എൻ്റെ തെറ്റ് മനസ്സിലാക്കി. ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ വീഡിയോ പിന്നിരുന്ന് കണ്ടപ്പം ഒരു ഫ്രഷറായിട്ട് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി, ഞാൻ ബേസിക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പം തുടങ്ങിയിട്ടുള്ളത്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബേസിക്സ് എന്ന് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഒരു സെക്കൻഡ് കേട്ടോ, ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, അപ്പം ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇതാണ് ഒരു ഷെയർ മാർക്കറ്റ്, ട്രേഡ് മാർക്കറ്റ്, എന്തുവാണെങ്കിൽ നമ്മൾ പറയുന്ന. നമ്മൾ പൊതുവേ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ലൈക്ക് കുറച്ച് സ്റ്റോക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ആണ്. അത് പല തരമുണ്ട്, പല വെറൈറ്റികളുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്റ്റോക്സ് ഉണ്ട്, ഫണ്ട് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, ഫോറക്സ് ഉണ്ട്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് ട്രേഡ് ചെയ്യുന്നത് ഈ 3 സാധനങ്ങളാണ്: നാസ്ഡാക്ക്, പിന്നെ ബിറ്റ്കോയിൻ, ഗോൾഡ്. ഈ 3 ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. ഇതിൽ ഏറ്റവും ICT കോൺസെപ്റ്റ്സ് ബെസ്റ്റ് വർക്ക് ചെയ്യുന്നത് നാസ്ഡാക്കിലാണ്. അദ്ദേഹം പറയുന്ന കോൺസെപ്റ്റ്സ് എല്ലാം എല്ലാത്തിലും വർക്ക് ചെയ്യില്ല എന്നല്ല, ബെറ്ററായിട്ട് കുറച്ചുകൂടെ പ്രിസിഷൻ തരുന്നത് നാസ്ഡാക്കാണ്. അപ്പം ഞാനതിൽ ICT എന്ന് പറയുന്നൊരു ഭയങ്കര ഹ്യൂജായിട്ടാണ്. അദ്ദേഹത്തിന് ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. പക്ഷേ അപ്പോൾ അതെല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നിയർ ടു ഇമ്പോസിബിൾ. നിയർ ടു അല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ നമുക്കത് വേണ്ട, നമുക്കത് ആവശ്യമില്ല. നമുക്ക് 1-2 കോൺസെപ്റ്റ് മതി അതിൽ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. എന്താണ് ഒരു ക്യാൻഡിലിൻ്റെ എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്, എങ്ങനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഡെയിലി ബയസ് എങ്ങനെ കണ്ടുപിടിക്കണം. ഡെയിലി ബയസ് കണ്ടുപിടിക്കുന്നതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ കുറച്ച് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ് ദിവസമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ക്യാൻഡിൽ, ഇതൊരു ക്യാൻഡിലാണ് കേട്ടോ. ഇത് ഒരു ക്യാൻഡിൽ, ഇതൊക്കെ ക്യാൻഡിൽസ് ആണ്. ഈ ക്യാൻഡിൽസിന് 2 പാർട്ട് ഉണ്ട്: ബോഡി ഉണ്ട്, വിക്ക് ഉണ്ട്. ബോഡി എന്ന് പറയുന്നത് ഈ ഡാർക്ക് സോൺ, ഇതാണ് ബോഡി. മുകളിലോട്ടുള്ള വര കണ്ടോ, ഇതാണ് വിക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ബോഡിയുടെ മേലെ ഇരിക്കുന്നതാണ് വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഒരു ബോഡി ക്യാൻഡിൽ, ക്യാൻഡിലിന്റെ ബോഡി, ക്യാൻഡിലിന്റെ വിക്സ്. ഇനി സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ എന്താണ് പരിചയപ്പെടുത്തുക. ഇവിടെ 3 ക്യാൻഡിൽസ് ആണ്. ഇതൊരു ക്യാൻഡിൽ, സെക്കൻഡ്, തേർഡ് ക്യാൻഡിൽ. ഇതില് സെക്കൻഡ് ക്യാൻഡിലെ വിക്ക് ടോപ്പിലോട്ട് പുഷ് ആയി നിൽക്കുന്നുണ്ട്. ഇതിന്റെ അടുത്ത് ഈ 2 വിക്കും എത്തുന്നില്ല. അതുകൊണ്ട് ഇതൊരു സ്വിംഗ് ഹൈ ആണ്. പിന്നെ ഇതും ഒരു സ്വിംഗ് ഹൈ ആണ്. പക്ഷെ ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന സ്വിംഗ് ഹൈ. കാരണം അതാണ് ഏറ്റവും മുകളിലോട്ട് നിൽക്കുന്നത്. അത് ഇന്റർമീഡിയറ്റ് സ്വിംഗ് ഹൈ, ഷോർട്ട് ടേം സ്വിംഗ് ഹൈ, അങ്ങനെ അത് നമുക്കിപ്പോൾ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് സ്വിംഗ് ലോ ആണ്. ഇതൊരു സ്വിംഗ് ലോ ആണ്. ഇതൊരു സ്വിംഗ് ലോ ആണ്. ഇവിടെ സ്വിംഗ് ലോ ഉണ്ട്. അപ്പം അങ്ങനെ പറയുന്നത് അതാണ് സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും. ഇത് നോർമൽ ഒരു ക്യാൻഡിൽ, അതായത് മിക്കപ്പോഴും ഉള്ള ക്യാൻഡിൽസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. മോസ്റ്റ് ക്യാൻഡിൽസും അങ്ങനെ ആയിരിക്കും, നിങ്ങൾക്ക് കണ്ടറിയാം കേട്ടോ. പക്ഷെ ആ ക്യാൻഡിൽസിന് ഈ ക്യാൻഡിലിന് ഒരു വ്യത്യാസമുണ്ട്. ഈ ക്യാൻഡിലും, അതായത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ക്യാൻഡിലെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. സെക്കൻഡ് ക്യാൻഡിലിന്റെ വിക്ക്, തേർഡ് ക്യാൻഡിലിന്റെ വിക്ക് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇല്ല. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് തമ്മിൽ ഇവിടെ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഈ ഗ്യാപ്പിന് പറയുന്ന പേരാണ് ഇംബാലൻസ് അഥവാ ഫെയർ വാല്യൂ ഗ്യാപ്സ്. കറക്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞാൽ BC എന്ന് പറയും, പ്രൈസ് സൈഡ് ഇംബാലൻസ്, സെൽ സൈഡ് ഇൻസഫിഷ്യൻസി. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ എല്ലാത്തിനും ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഇത് മുകളിലോട്ട് പോകുന്നത് BC, താഴോട്ട് വരുന്നത് CB. അതൊന്നും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമില്ല. അതൊക്കെ വായിച്ചു നോക്കുള്ളൂ. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തൊക്കെ വന്നാലും ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടോ, അത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അത് മതി. അപ്പോഴത്തേക്ക് അത് മതി കേട്ടോ. അപ്പം ഇതിൽ ICTയുടെ കോൺസെപ്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് പല കോൺസെപ്റ്റ്സ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്സ് യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ആണ് കേട്ടോ.
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നോക്കുന്ന കാര്യം ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ്. പ്രത്യേകിച്ച് ഡെയിലി ക്യാൻഡിൽസിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ ഭയങ്കരമായിട്ട് റെഫർ ചെയ്യേണ്ട ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ലിക്വിഡിറ്റി ഭയങ്കരമായിട്ടുള്ള ഏരിയ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, മാർക്കറ്റ് നെക്സ്റ്റ് പോകുന്ന സ്ഥലം, അതായത് എങ്ങോട്ടാണോ എയിം ചെയ്ത് പോകുന്നത് അതിന്റെ ലിക്വിഡിറ്റി എന്ന് പറയും. അത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. എക്സ്റ്റേണൽ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇത്രയുള്ളൂ. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്, ഇന്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വിംഗ് ഹൈസ്, ഇതൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആണ്, ഇത് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആണ്, ഇത് എക്സ്റ്റേണൽ ആണ്, ഇത് എക്സ്റ്റേണൽ ആണ്. ആം, അതൊക്കെ റിലേറ്റീവ്ലി എക്സ്റ്റേണൽ ആട്ടോ ഈ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്. ഈ ക്യാൻഡിൽ ഈ ലിക്വിഡിറ്റി സ്വൈപ്പ് ചെയ്തതിന് ശേഷം അതപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, പോയിട്ടില്ല. അതൊക്കെ ഫ്യൂച്ചറിൽ ഞാൻ ഡീറ്റെയിൽ ആയി വരുമ്പോൾ ഓരോ സെഷനിൽ പറഞ്ഞു. അപ്പം ഈ സ്വിംഗ് ഹൈസ് സ്വിംഗ് ലോസ് ആണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ് ഇന്റേണൽ ലിക്വിഡിറ്റി. മോസ്റ്റ് ഓഫ് ദ ടൈം ട്രേഡിൽ ഒരിക്കലും ഒന്നും 100% ഇല്ല. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം മൂവ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോസ്റ്റ്ലി ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി, അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്.